ഇന്നാണ് നമ്മുടെ കാശ്മീർ ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ. ട്രിവാൻഡ്രത്ത് നിന്ന് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 3 ദിവസത്തോളം ട്രെയിനിൽ ഇരിക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റ് എടുത്ത് ഡൽഹി വരാമെന്നായിരുന്നു ഫസ്റ്റ് പ്ലാൻ. പിന്നെ എത്തുന്ന ഡേ ഫുൾ മൂൺ ഡേ ആണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് താജ്മഹലിന്റെ നൈറ്റ് വ്യൂവും എക്സ്പീരിയൻസ് ചെയ്യാന്ന് കരുതി. അതായത് ഫുൾ മൂൺ ടൈം ആകുമ്പോഴത്തേക്കും താജ്മഹലിന് നൈറ്റും ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഇന്നലെ എത്തി താജ്മഹലിന്റെ ഡേ ആൻഡ് നൈറ്റ് വ്യൂവും കണ്ട് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് കയറി. ഉച്ചയ്ക്ക് 2:30 എടുത്ത ഫ്ലൈറ്റ് 4:30 ആയപ്പോഴത്തേക്കും ശ്രീനഗർ എത്തി. ഇത്തവണ ഞാനൊരു സ്ട്രേഞ്ചേഴ്സ് ഗ്രൂപ്പിന്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇത് ശ്രീനഗർ ടു ശ്രീനഗർ പാക്കേജ് ആണ്. കാര്യം കാശ്മീരിലേക്ക് പേടിച്ചാണ് ബുക്ക് ചെയ്തെങ്കിലും ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ പേടിയൊക്കെ പോയി. പക്ഷെ എങ്ങോട്ട് നോക്കിയാലും പോലീസുകാരും ആർമി പീപ്പിളും കുറെ തോക്കുകളും ആയിരുന്നു കാണാനുള്ളത്. സമയം ഇപ്പൊ 4:30 ആണെങ്കിലും അത്യാവശ്യം വെയിലുണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. പിന്നെ ഞാനിപ്പോൾ എത്തിയേക്കുന്നത് ഏപ്രിൽ ടൈം ആയതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഏറ്റവും തണുപ്പ് കുറഞ്ഞ സമയമാണ്. ഈ സമയത്ത് വന്നേക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം സ്നോ ഒന്നുമല്ല, ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ആണ്. കാശ്മീരിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ടൈമും ഇത് തന്നെയാണ്. കാശ്മീരിലെ സ്നോയുടെ വൈറ്റ് കളറൊക്കെ മാറി കളർഫുൾ ആയി തുടങ്ങുന്നത് ഈ ടൈമിലാണ്. മാർച്ച് എൻഡ് തൊട്ട് ഏപ്രിൽ എൻഡ് വരെയാണ് ട്യൂലിപ്പ് സീസൺ. അത് കഴിയുമ്പോൾ ഈ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഒക്കെ വാടിപ്പോകും. എയർപോർട്ടിൽ നിന്ന് ഊബർ ബുക്ക് ചെയ്ത് സ്റ്റേയുടെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഏകദേശം 1 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നല്ല കംഫർട്ടബിൾ ആണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള റോഡാണ് എല്ലായിടും. ചുറ്റിനുമുള്ള ബിൽഡിങ്സ് എല്ലാം അത്യാവശ്യം പഴക്കം ഉണ്ടെങ്കിലും എസ്തെറ്റിക്കലി ഭയങ്കര അടിപൊളിയാണ്. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ബാക്കി ആൾക്കാരെ പരിചയപ്പെടുക എന്നതാണ് ഇന്നത്തെ മെയിൻ ഉദ്ദേശം. കാരണം കാശ്മീരിൽ ഇനിയുള്ള ബാക്കി ദിവസങ്ങളിൽ ഈ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഫാമിലി. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് നമ്മൾ സ്റ്റേയുടെ അടുത്ത് എത്താറായി. ആർമി ക്യാമ്പിന്റെ അടുത്ത് തന്നെയാണ് സ്റ്റേ. അങ്ങനെ ഒരുപാട് വലുതൊന്നും അല്ലെങ്കിലും നല്ലൊരു വാം ഫീലിംഗ് ആണ്. താഴെ ഫുള്ള് കാർപ്പറ്റാണ്. ഇനി നല്ല ചൂട് കാശ്മീരി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് നാളെ ഇറങ്ങണം ബാക്കി പരിപാടിക്ക്. അങ്ങനെ നമ്മളിത് രാവിലെ തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി. നമ്മൾ കാശ്മീർ ഫുൾ കവർ ചെയ്യുന്നത് പാക്കേജുകാർ അറേഞ്ച് ചെയ്ത ബസ്സിലാണ്. അങ്ങനെ ഡേ 2 ആയ ഇന്നാണ് കാശ്മീർ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ മെയിൻ ലൊക്കേഷൻ സോനാമർഗ് ആണ്. ഏകദേശം സോനമർഗിലേക്ക് ഒരു 3-3.5 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. ഒരു മണിയൊക്കെ ആയപ്പോ അങ്ങനെ സോനമർഗ് എത്തി. ഇനി ഇവിടെ 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്നുകിൽ ഹോഴ്സ് റൈഡിങ് എടുക്കാം, അല്ലെങ്കിൽ വണ്ടി എടുത്ത് മുകളിലേക്ക് പോകാം. പിന്നെ ഹെൽത്ത് വൈസ് ഞാൻ ഇന്ന് അത്ര ഓക്കെ അല്ലായിരുന്നതുകൊണ്ട് ഹോഴ്സ് റൈഡിങ് ഓപ്റ്റ് ചെയ്തില്ല. കാശ്മീരിൽ വന്നിട്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്നോ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഓരോ സ്പോട്ടിലും വണ്ടി നിർത്തിത്തരും, എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാം. 2ാമത്തെ സ്പോട്ടാണ് മെയിൻ സ്പോട്ട്. അവിടുന്ന് ഒരു ATV റൈഡ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതൊരു ബെസ്റ്റ് ഡിസിഷൻ തന്നെ ആയിരുന്നു. ഈ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് മൗണ്ടന്റെ ഫുൾ വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഒരു രക്ഷയില്ലാത്ത കാറ്റുമാണ്. ഈ കളറ് ഫെയ്ഡായി കിടക്കുന്നത് പഴയ സ്നോ ആണ്. അത് ആൾക്കാർ നടന്നും മെൽറ്റായും ഒക്കെയാണ് ഈ കളറിലേക്ക് വന്നത്. ഇവിടെ എവിടെയും സ്നോയിൽ ഇറങ്ങാൻ ഒരു ഗ്യാപ്പ് കിട്ടാവുന്നതുകൊണ്ട് ഡ്രൈവർ ഞങ്ങളെ വേറൊരു സ്പോട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പോകുമ്പോൾ ഏതോ വീടിന്റെ ബാക്കിൽ കുറച്ച് സ്നോ കിടക്കുന്നത് കണ്ട് അവിടെ ചാടി ഇറങ്ങി. അതിന്റെ കൂടെ തന്നെ മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ 5:30 ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ച് കയറിയപ്പോൾ മഴയും ഐസും എല്ലാം കിട്ടി ആകെ ഫ്രീസായി. ഇന്നത്തെ ദിവസം എത്ര ഫാസ്റ്റായി പോയെന്ന് ഒരു പിടിയുമില്ല. ഇനി നാളെയാണ് നമ്മുടെ മെയിൻ ഐറ്റമായ ഗുൽമർഗ് വിസിറ്റ് ആൻഡ് ദ ഗ്രേറ്റ് ഗൊണ്ടോല റൈഡ്. ഗൊണ്ടോലയിൽ കയറുന്നത് ഒരു യുദ്ധമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.